ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മത്സരാർത്ഥികളുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആമ്പാറ്റുള്ള പോലെയാണ്. പെട്ടെന്ന് അവരെ ഫെയിം നഷ്ടപ്പെടും. അപ്പോഴേക്കും കത്തുന്ന വരേന്ന് ഊരുന്ന കഴിക്കൽ ലാഭം എന്നുള്ള നിലയിൽ ഓടി നടന്ന് ഇൻ്റർവ്യൂ എടുക്കൽ, അതുപോലെ തന്നെ ഉദ്ഘാടനം കഴിക്കൽ, കിട്ടിയ കാശ് കയ്യിൽ പോരട്ടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓടി നടന്ന് ഇഷ്ടം പോലെ സമ്പാദിക്കാനും പറ്റും. പക്ഷേ നമ്മുടെ അനീഷ് അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അനീഷ് ബിഗ് ബോസിൽ സെക്കൻഡ് റണ്ണറപ്പായി. പക്ഷെ പല ഉദ്ഘാടനക്കാരും അനീഷിനെ ബന്ധപ്പെട്ടിരുന്നു. അനീഷ് അതിലൊന്നും ഇടപെട്ടില്ല. അതൊന്നും വേണ്ടാന്ന് വെച്ചു. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെ ഒരു ഉദ്ഘാടനത്തിന് ഓഫറുണ്ടായി. പക്ഷെ അനീഷ് അതൊന്നും ചെവി കൊണ്ടില്ല. അനീഷിന് ഇഷ്ടപ്പെട്ട ഒരു ഇൻ്റർവ്യൂ അത് ഇന്ന് നടന്നിരിക്കണം. അവിടെ നിന്നുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാം. ഒരു അമ്മയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകളൊന്ന് ഒരുപാട് സന്തോഷം. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിൽ ഏറ്റി എന്നുള്ളതിന് മഹത്തായ ഒരു തെളിവാണ്. ഇന്ന് എൻ്റെ പൊന്നുമോൻ ഇവിടെ കായംകുളത്ത് ആ ഉദ്ഘാടനത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു അമ്മയുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ? അതുപോലെ റോബിനുണ്ടായ പോലെ ആയിരക്കണക്കിന് അമ്മമാരാണ് അനീഷിന് പിന്തുണയായിട്ട് മുന്നോട്ട് വരുന്നത്. അതൊരു വലിയൊരു കാര്യമല്ലേ? കുറച്ച് നാളത്തെങ്കിലും ഈ ഫെയിം നിലനിൽക്കും. അതുപോലെ തന്നെ കാശിന് വേണ്ടി വലിയ ആർത്തിയൊന്നുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അത് ഇതോടുകൂടി മനസ്സിലായി. അപ്പോൾ നല്ല നല്ല മത്സരാർത്ഥികളും നല്ല മനസ്സിനുടമകളുമായുള്ള ആൾക്കാരും ബിഗ് ബോസിൽ വരുന്നുണ്ട്. അതിനുള്ള ജനപിന്തുണയും കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ.